ഹലോ. അപ്പോൾ ഇന്നൊരു ഞണ്ട് കറിയാണ് അമ്മ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് ഞണ്ട് കറി വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം വേണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കറി ആകുമ്പോഴാണെങ്കിലും ഉപ്പിട്ട് കൊടുത്താൽ മതിയേ. പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. ഇവിടെ കൊച്ചുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. കടുക് വറക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളിയും കറിവേപ്പിലയാണ് പിന്നെ വേണ്ടത്. ഞണ്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആദ്യമേ. അത് കഴിഞ്ഞിട്ട് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം. കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. ഇത് അത്യാവശ്യം ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്ക് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യമേ ഈ ഒരു ഇതിലിട്ടിട്ട് ആ ജാറിനകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തിലോട്ടൊന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ. പിന്നെ അമ്മ ഇതിനകത്ത് പച്ചമുളക് ഇടാൻ മറന്നുപോയി, പിന്നെ അതും ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞണ്ടിനെ എടുത്ത് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 25-30 മിനിറ്റ് ഇത് നല്ല രീതിയിൽ തന്നെ അടച്ച് വെച്ച് വേവിക്കണം. അപ്പം ഞണ്ട് കറി റെഡിയായേ. അപ്പോൾ ഇത്രയേ ഉള്ളേ.